വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരത്തിന് ബദലായിട്ട് ഒരു പുതിയ തുരങ്കപാത വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു തുരങ്കപാത വരുന്ന സമയത്ത് തന്നെ ഒരുപാട് സംശയങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ആശങ്കകളും ഒരുപാട് ആളുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു തുരങ്കപാത വരുന്നത് വയനാടിനെ ഏത് രീതിയിൽ ബാധിക്കാൻ പോകുന്നുണ്ട്, അതേപോലെ ഇതിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വരാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് സാധ്യമാകുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. അതായത് വയനാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റേത് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്തും വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് നമുക്ക് വേണമെങ്കിൽ വയനാടിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വയനാട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടാഗ് ലൈനാണ്. അതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ വയനാടിൽ യാതൊരു തരത്തിലുള്ള വികസനങ്ങളും നടക്കുന്നില്ല. മറ്റു ജില്ലകളിലൊക്കെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വയനാടിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ വിലങ്ങതടിയായി നിൽക്കുന്നത് വയനാട്ടിലേക്കുള്ള യാത്രാ മാർഗം തന്നെയാണ്. അപ്പോൾ വയനാട്ടിലേക്കൊരു റെയിൽവേ ട്രാക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് താമരശ്ശേരി ചുരം വഴി തന്നെയാണ്. എന്നാൽ ഈ താമരശ്ശേരി ചുരത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വയനാട് ചുരത്തിലെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥിരം വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് വീക്കെൻഡിൽ നോക്കുകയാണെങ്കിൽ വയനാട് ചുരത്തിലേക്കുള്ള ഇപ്പോഴും ഒരു ട്രാഫിക് ബ്ലോക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ചുരത്തിനിടയിൽ ഏതെങ്കിലുമൊക്കെ ഭിത്തികൾ, സംരക്ഷണ ഭിത്തികൾ മറിഞ്ഞു വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വലിയ ബ്ലോക്കുകൾ കാണാറുണ്ട്. അപ്പോൾ ഇത് എല്ലാ സമയത്തും സംഭവിക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കുറച്ച് കുറഞ്ഞു എന്നല്ലാതെ ഈ ദുർഘടമായിട്ടുള്ള പാതയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വയനാട് ചുരത്തിലൂടെയുള്ള യാത്രയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ഏറ്റവും വലിയ കരുത്തും അതേപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്നും എന്ന് പറയുന്നത് ഈ വയനാട് താമരശ്ശേരി ചുരം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിനൊരു ബദൽ മാർഗം എന്നുള്ള നിലയിൽ ഒരുപാട് കാലങ്ങളായിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളും അതേപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരും ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാത മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാത എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിൽ വഴി കല്ലാടി വഴി മേപ്പാടിയിലേക്കുള്ള ഒരു തുരങ്കപാതയാണ്. ഇതിന് ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിനൊരു സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊങ്കൺ റെയിലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, മെട്രോമാൻ ഈ ശ്രീധരനെ കുറിച്ചൊക്കെ കേട്ട സമയത്ത്. അപ്പോൾ ഈ ഒരു കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു തുരങ്കപാത എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അവർ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തുരങ്കപാതയല്ല, ഇത് ട്വിൻ പൈപ്പായിട്ട്, അതായത് രണ്ട് പൈപ്പുകളിലായിട്ട് 2 ലൈൻസ് വീതം, അങ്ങനെ 4 വരികൾ, 4 ലൈൻസ് ആയിരിക്കും, 2 ലൈൻസ് അങ്ങോട്ടും 2 ലൈൻസ് ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊങ്കൺ റെയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഏതെങ്കിലും ഒരു പൈപ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ പൈപ്പിലൂടെയുള്ള യാത്ര മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം ഈ 2 പൈപ്പുകൾക്കിടയിൽ ഓരോ 300 മീറ്റർ കൂടുന്ന സമയത്ത് ഒരു ക്രോസ് ഓവർ വരുന്നത് കൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ക്രമീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ട്വിൻ പൈപ്പ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പാതയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് വേണ്ടിയിട്ട് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൊങ്കൺ റെയിലിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന DPR തയ്യാറാക്കിയ സമയത്ത് ഇതിന് വന്നിരിക്കുന്ന ഒരു പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് 2300 കോടി രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഡർ വിളിച്ചു. അപ്പോൾ ഈ ഒരു ടെൻഡർ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ദിലീപ് ബിൽഡ്കോൺ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇതേപോലുള്ള കമ്പനികളില്ല, കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനിയാണ് ദിലീപ് ബിൽഡ്കോൺ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആ ഒരു കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ടെൻഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയും വലിയൊരു പ്രശ്നം കിടക്കുന്നത്, ടെൻഡർ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പദ്ധതിക്ക് ഒരുപാട് നൂലാമാലകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിയാക്കിൻ്റെ അനുമതി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്ന സിയാക്കിൻ്റെ അനുമതി ഈ ഒരു തുരങ്കപാതയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു അനുമതി എന്ന് പറയുന്നത് പാരിസ്ഥിതിക മന്ത്രാലയത്തിൻ്റെ അനുമതിയാണ്. തത്വത്തിൽ അതിന് അംഗീകാരം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണ തോതിലുള്ള അംഗീകാരം കൂടി ലഭിച്ചു കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദിലീപ് ബിൽഡ്കോൺ കമ്പനി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരവഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് കൂടി എന്ത് ചെയ്യാനുണ്ട്, കൺസ്ട്രക്ഷൻ നടത്താനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ ചുമതല ലഭിച്ചിരിക്കുന്നത് റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിക്കാണ്. അത് 80 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റാണ് ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴും അതുപോലെ അപ്രോച്ച് റോഡിൻ്റെ പ്രൊജക്റ്റ് കൂടി ചേരുന്ന സമയത്താണ് ഈ ഒരു വയനാട് തുരങ്കപാത എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു എല്ലാ കാലത്തും ഒരു എന്താ പറയുക വയനാട് ജില്ലയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു ജില്ലയായിട്ട് ഒരിക്കലും അതിനെ പരിഗണിക്കരുത്. വയനാടിൻ്റെ എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഈ വയനാട് തുരങ്കപാതക്ക് സാധ്യമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ പറഞ്ഞിരിക്കുന്ന തുരങ്കപാത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്കുള്ള യാത്രാ സമയവും അതേപോലെ തന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുവഴി കർണാടകയിലേക്കുള്ള യാത്രയും ഒരുപാട് നിങ്ങൾക്കറിയാം. കർണാടക എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം വ്യാപാര മേഖലയിൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം കർണാടകയിലേക്കുള്ള യാത്രാ സമയവും ഈ ഒരു തുരങ്കപാത വരുന്നതോടുകൂടി കുറയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തുരങ്കപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ആനക്കാമ്പോയിൽ മുതൽ മേപ്പാടി വരെ വരുന്ന ഈ ഒരു 8 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു തുരങ്കം ഈ ഒരു ഒറ്റപ്പാറ നമ്മൾ തുരന്നെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും തന്നെയാണ്. അതായത് ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ്, പശ്ചിമഘട്ടത്തിലാണ് നിലനിൽക്കുന്നത്, പരിസ്ഥിതി ലോല പ്രദേശമാണ്, ബഫർ സോണിലൊക്കെ ആണ് ഉള്ളത്. നമുക്ക് റിയാലിറ്റി ആണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ടണൽ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ഈ ടണൽ പ്രൊജക്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ അടൽ ടണലൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രൊജക്റ്റുകൾ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടുകൂടി നിർമ്മാണത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 കിലോമീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഒരു തുരങ്കപാതയം എന്ന് പറയുന്നത് അതൊരു വലിയ എന്താ പറയുക പാരിസ്ഥിതികമായിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇനി ഒരുപാട് കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ മുണ്ടക്കയം അതേപോലെ തന്നെ ചൂരൽമല ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും മിക്കവാറും വീഡിയോയുടെ താഴെ കമൻറ്റ് വരിക. ശരിയാണ്, അത്തരം അപകടങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മുൻകരുതൽ കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിന് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ലിബറൽ ആയിട്ടുള്ള ഒരു അനുമതി ആയിരിക്കില്ല കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ പാരിസ്ഥിതിക മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫൈനലായിട്ടുള്ള അനുമതി ലഭിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വയനാടിൻ്റെ മുഖച്ഛായ മാറ്റും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തുരങ്കപാത കൂടി വരുന്നതോടുകൂടി വയനാടിൻ്റെ ടൂറിസം മേഖല ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മേഖലയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ കാർഷിക മേഖല, ആരോഗ്യ മേഖല, വ്യാവസായിക മേഖലയിലൊക്കെ ഒരു വലിയ ഉണർവ് സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ യാതൊരു തരത്തിലും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മികച്ച കഴിവ് തെളിയിക്കേണ്ട ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. കേരളത്തിൽ നമുക്ക് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ വളരെ കുറവാണെന്ന് പറയല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രൊജക്റ്റുകളിൽ ഒന്നായിട്ട് വയനാട് തുരങ്കപാത മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ആശയങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കില്ലേ ഈ ഒരു വയനാട് തുരങ്കപാത എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻട്രിയിൽ നമ്മൾ ഒരുപാട് സിവിൽ അപ്പ് സ്കില്ലിംഗ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി സർവേയിങ് ആയിക്കോട്ടെ, സ്ട്രക്ചറൽ ഡിസൈൻ ആയിക്കോട്ടെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ ഇത്തരം എഞ്ചിനീയേഴ്സിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ അപ്പ് സ്കില്ലിംഗ് കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വീഡിയോസുകൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.